السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹപ്രവർത്തകരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവൻ്റെ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ഈമാനിൽ അടിയുറച്ചു നിന്ന് മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കുവാനും ഏതു സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെയും കുടുംബത്തെയും എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാഇൻ്റെയും ഔലിയാഇൻ്റെയും സിദ്ദീഖുകളുടെയും ശുഹദാഇൻ്റെയും സ്വാലിഹികളുടെയും കൂടെ ഒരിടം നൽകി സാധുക്കളായ ദുർബലന്മാരായ നമ്മെ റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു സന്ദർശനത്തിൽ ഈ നിലക്കുള്ള പ്രോഗ്രാമുകളിൽ ഒരു പക്ഷേ ഇന്ന് നമ്മുടെ അവസാനത്തെ പ്രോഗ്രാമാണ്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ആഴ്ചയിൽ ചൊവ്വാഴ്ചയാണ് ഇവിടെ എത്തിയത്. അന്ന് മുതൽ തുടങ്ങിയ പ്രോഗ്രാമുകൾ അൽഹംദുലില്ലാഹ് ബഹ്റൈനിലെ ആദ്യത്തെ സന്ദർശനമാണെങ്കിലും ജീവിതത്തിൽ പകർത്താനുള്ള ഒരുപാട് പാഠങ്ങളും സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങളും അൽഹംദുലില്ലാഹ് കുറഞ്ഞ ദിവസങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി. റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഇസ്ലാമിൻ്റെ തനതായ ആദർശ പാത, അതുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ് നാം ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് കക്ഷികൾ ആദ്യ കാലങ്ങൾ മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഷിയാക്കളും ഖവാരിജുകളും മുഅ്തസിലിയാക്കളും മുർജിആക്കളും ഖദരികളും ജബരികളും ജഹമികളും തുടങ്ങി ആദ്യകാലത്തുണ്ടായ ഒട്ടനവധി പിഴച്ച പ്രസ്ഥാനങ്ങൾ പിന്നീട് അതേ ആശയങ്ങൾ തന്നെ മറ്റു പല പേരുകളിലായി മുസ്ലിം ചരിത്രത്തിൽ ഉടലെടുത്തതായി നമുക്ക് കാണാൻ കഴിയും. എത്ര വിഭാഗങ്ങളായി മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ചാലും എന്തൊക്കെ പുതിയ ആശയങ്ങളുമായി ആരൊക്കെ കടന്നു വന്നാലും അവക്കൊക്കെ ഇടയിലും ഇസ്ലാമിന്റെ തനതായ റൂട്ട് ഏതാണ് എന്ന് ഏതൊരാൾക്കും ബോധ്യമാകാവുന്ന തരത്തിലുള്ള ഒരു അളവുകോലാണ്, ഐഡന്റിറ്റിയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പദം പ്രയോഗിക്കപ്പെട്ടതായി സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഒറ്റപ്പെട്ട റിപ്പോർട്ടുണ്ട്. അല്ലാമ സമർഖന്ദി റഹിമഹുല്ലാ
അദ്ദേഹത്തിന്റെ തംബീഹുൽ ഗാഫിലീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ പദം തന്നെ നബി തങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തതായി കാണാം. 73 വിഭാഗമായി മാറുമ്പോൾ 72 നരകത്തിലാണ്, 1 സ്വർഗത്തിലാണ്. ആ 1 ഏതാണ് നബിയെ എന്ന ചോദ്യത്തിന് നബി തങ്ങൾ പറഞ്ഞ മറുപടി ഹും അഹ്ലുസുന്ന വൽ ജമാഅ, അവർ അഹ്ലുസുന്ന വൽ ജമാഅയാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നാണ് ആ റിപ്പോർട്ട്. പക്ഷെ അത് സ്ഥിരപ്പെട്ട റിപ്പോർട്ടല്ല, സ്വഹീഹല്ല. പണ്ഡിതന്മാർ ഐക്യകണ്ഠേന തള്ളിക്കളഞ്ഞ, സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട, അല്ല പരമ്പര പോലും ഇല്ലാതെ ഉദ്ധരിക്കപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. സമർക്കന്തി പോലും അതിന് പരമ്പര നൽകിയിട്ടില്ല. വറുവിയ അൻ റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഭാഗം റിപ്പോർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പദം പ്രയോഗിച്ചതായി നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യമല്ല എന്നർത്ഥം. എന്നാൽ ആ പദം ഉൾക്കൊള്ളുന്ന ആശയത്തെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. പിന്നീടാണ് ആ പദം ഒരു ഐഡന്റിറ്റിയായി സ്വീകരിക്കപ്പെട്ടു പോകുന്നത്. ഷിയാക്കളും ഖവാജിലും അടക്കമുള്ള കക്ഷികൾ രംഗത്ത് വരികയും അവരാണ് ശരിയായ ഇസ്ലാമിന്റെ ആദർശ പാതയിൽ ഉള്ളവർ എന്ന് അവകാശപ്പെടുകയും ചെയ്തപ്പോൾ ശരിയും തെറ്റും വേർതിരിക്കാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ, സ്വഹാബത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ തന്നെ ഉപയോഗിക്കപ്പെട്ടു പോന്ന ഒരു പദമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ആ പദം സ്വീകരിച്ചത് ഹദീസിലെ പൊതുവായ അധ്യാപനങ്ങളിൽ നിന്നാണ്. താനും നേരത്തെ സൂചിപ്പിച്ച ഹദീസ് 73 വിഭാഗമായി മാറും എന്ന ഹദീസ് ഇമാം ഹാക്കിമും ബൈഹഖിയും എല്ലാം ഉദ്ധരിച്ച വ്യത്യസ്തങ്ങളായ പരമ്പരകളിൽ വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസാണത്. ആ ഹദീസ് മാത്രം അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ ധാരാളം ഗ്രന്ഥങ്ങൾ പഴയ കാലഘട്ടങ്ങളിൽ തന്നെ രചിച്ചിട്ടുമുണ്ട്. ആ ഹദീസിന്റെ അധ്യാപന പ്രകാരം സ്വർഗത്തിലേക്കുള്ള പാർട്ടി ഏതാണ് എന്ന ചോദ്യത്തിന് നബി തങ്ങൾ നൽകിയ മറുപടി മാ അന അലൈഹി വ അസ്ഹാബി, അല്ലെങ്കിൽ മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. ഇമാം അഹ്മദിന്റെ റിവായത്തിൽ വന്നത് മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി എന്നാണ്. മറ്റു റിപ്പോർട്ടുകളിൽ മാ അന അലൈഹി വ അസ്ഹാബി, അഥവാ ഇന്ന് ഞാനും എന്റെ സ്വഹാബിമാരും ഏതൊരു വഴിയിലാണ് ഉള്ളത് ആ വഴി സ്വീകരിക്കുന്നവർ, ഞാനും എന്റെ സ്വഹാബത്തും ഏതു മാർഗം സ്വീകരിച്ചുവോ ആ മാർഗം സ്വീകരിക്കുന്നവർ അവരാണ് സ്വർഗത്തിലേക്കുള്ള പാർട്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാൾ വരെ ഉള്ള മുസ്ലിമീങ്ങൾക്ക് ഏതു പാർട്ടികൾ വന്നാലും അതിൽ നിന്ന് ശരിയെ വേർതിരിക്കാൻ ആ ഒരൊറ്റ മാനദണ്ഡം മതി. അതുകൊണ്ട് ആ ഷിയാക്കൾ രംഗത്ത് വന്നപ്പോൾ ശരിയായ വഴി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ഈ മാനദണ്ഡം ഉപയോഗിച്ചു. മാ അന അലൈഹി വ സ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏത് വഴി ജീവിച്ചുവോ ആ വഴി സ്വീകരിക്കുന്നവർ. അപ്പൊ ഷിയാക്കൾ പറഞ്ഞു അത് സ്വീകരിക്കാൻ പറ്റൂല, എല്ലാ സ്വഹാബിമാരും ഞങ്ങൾ സ്വീകരിക്കില്ല, സ്വഹാബിമാർ പലരും കാഫിറായിട്ടുണ്ട് എന്ന് അവർ വാദിച്ചു. നബിയുടെ ശേഷം അലിയാണ് ഖലീഫയാകേണ്ടത്, ആ അലിയെ ഖലീഫയാക്കേണ്ടത് പകരം നബിയുടെ വസിയത്തുണ്ടായിരുന്നു അലിയെ ഖലീഫയാക്കണമെന്ന് എന്നൊക്കെ അവർ പ്രചരിപ്പിച്ചു. ആ വസിയത്ത് നടപ്പാക്കാതെ മറ്റുള്ളവർ ഗൂഢമായി ചേർന്ന് അവർ ആ ഖിലാഫത്ത് തട്ടിയെടുക്കുക വഴി അവരൊക്കെ ഇസ്ലാം നിന്ന് പുറത്തു പോയിരിക്കുന്നു, അവരൊക്കെ കാഫിറായിരിക്കുന്നു. ഏതാനും എണ്ണപ്പെട്ട 6-7 സ്വഹാബിമാരെ മാത്രം അവർ മുസ്ലിമീങ്ങളായി കാണുകയും ബാക്കിയുള്ളവരൊക്കെ കാഫിറായി പോയി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് സ്വഹാബത്തിന്റെ നടപടി ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അവർ വാദിച്ചു. അതിൽ നിന്ന് മുസ്ലിം ലോകത്തിന് വ്യക്തമായി ബോധ്യപ്പെട്ടു അവർ ആ പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള പാർട്ടി എന്ന് പറയാവുന്ന ലക്ഷണമൊത്തവരല്ല. കാരണം മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും ഏത് വഴി ജീവിച്ചുവോ ആ വഴി സ്വീകരിക്കുന്നവർ, അവർ സ്വയം സമ്മതിച്ചു അത് ഞങ്ങളില്ല. അപ്പൊ അവർ അഹ്ലു സുന്നക്ക് പുറത്തായി. ഖവാരിജുകൾ വന്നപ്പോഴും ഇതേ മാനദണ്ഡം ഉപയോഗിച്ചു. നബിയും സഹാബത്തും ഏത് വഴി സ്വീകരിച്ചുവോ ആ വഴി നിങ്ങൾ സ്വീകരിക്കുമോ? അവരെ പറഞ്ഞു ഇല്ല, സ്വീകരിക്കാൻ പറ്റൂല. കാരണം അലിയും മുആവിയയും അടക്കമുള്ള സ്വഹാബിമാർ മിക്കവാറും കാഫിറായിട്ടുണ്ടെന്നാണ് ഓല് വാദിച്ചത്. മറ്റവർ അലിയെ കൂട്ടിപ്പിടിച്ച് അലിയും ഹസൻ ഹുസൈനും അടക്കമുള്ള ചില സ്വഹാബിമാർ മാത്രമേ മുഅ്മിനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ തിരിച്ചു വാദിച്ചു അവരാണ് കാഫിറായത് എന്ന് പറഞ്ഞുകൊണ്ട്.
ഇൻ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്താണ് അവരത് തെളിവായി ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അവരും സ്വയം സമ്മതിച്ചു, സ്വഹാബിമാർ ജീവിച്ച ആ മാർഗം അത് ഞങ്ങൾ സ്വീകരിക്കില്ല, നബി പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കാം. അപ്പോൾ അവരും ശരിയായ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്ന് വ്യക്തമായി. അങ്ങനെയാണ് ശരിയായ റൂട്ടിനെ വേർതിരിക്കാൻ അഹ്ലുസുന്ന വൽ ജമാഅ എന്നൊരു പേര് ഉരുത്തിരിഞ്ഞു വരുന്നത്. സുന്നത്ത് എന്നാൽ മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യയായി കാണിച്ചതെന്തോ അതാണ് സുന്നത്ത്. അതാണ് മാ അന അലൈഹി, ഞാൻ ഏത് വഴിയാണോ ആ വഴി സ്വീകരിക്കുന്നവർ, അതാണ് സുന്നത്ത്. നബി തങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, മൗനാനുവാദങ്ങൾ, നബിയുടെ കൽപ്പനകൾ, നബിയുടെ വിലക്കുകൾ എല്ലാം അതിൽപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് അതെല്ലാം അതേ രൂപത്തിൽ ഉൾക്കൊള്ളുന്നവർ, അതാണ് അസ്സുന്ന. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ഏകോപിച്ചു പറഞ്ഞ അഭിപ്രായം, ഇത്തിഫാഖായ അഭിപ്രായം, അതാണ് വൽ ജമാഅ. അഥവാ വ അസ്ഹാബി മാ അന അലൈഹി വ അസ്ഹാബി എന്ന് പറഞ്ഞ ഹദീസിൽ നിന്നാണ് വൽ ജമാഅ എന്ന ഈ പദം അന്ന് ഒരു തിരിച്ചറിയാനുള്ള ഐഡന്റിറ്റിയായി അന്നത്തെ മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചു പോകുന്നത്. അതിനുശേഷം രംഗത്ത് വന്ന കക്ഷികൾ മുഴുവനും ഈ അളവുകോൽ വെച്ച് അളക്കുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറാവാതെ മാറി നിന്നവരാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ആര് എന്തൊക്കെ വാദവുമായി വന്നാലും ഈ രണ്ട് അളവുകോല് മതി, അസ്സുന്ന വൽ ജമാഅ. ഒന്ന് നബി തങ്ങളുടെ ചര്യ, രണ്ട് സ്വഹാബത്തിന്റെ ഏകോപനം. അത് രണ്ടുമുണ്ടോ എങ്കിൽ സ്വീകരിക്കാം, അത് രണ്ടുമില്ലേ സ്വീകരിക്കില്ല എന്ന നിലപാട് വെച്ചുകൊടുത്താൽ പിഴച്ച കക്ഷികളെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏത് ആദർശവുമായി ആര് വന്നാലും ശരി. മുസ്ലിം ലോകത്ത് പിൽക്കാലത്ത് ധാരാളം പുത്തൻ വാദങ്ങളും പുതിയ ചിന്താഗതികളും പുതിയ ആദർശങ്ങളും എല്ലാം ഉണ്ടായി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഇനി ഉണ്ടായി വന്നാലും അവരോടൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ വിഷയത്തിൽ മാ അന അലൈഹി വസ്ഹാബി എന്നത് എന്താണ്? ഞാനും എന്റെ സ്വഹാബത്തും ഏത് വഴിയാണോ ആ വഴി സ്വീകരിക്കുന്നവർ. നിങ്ങൾ ഈ പറയുന്ന ഈ വിഷയത്തിൽ നബിയുടെയും സ്വഹാബത്തിന്റെയും വഴി എന്ത്? അതുണ്ടോ? സ്വീകരിക്കാം. അതില്ലേ ഇനി ആര് ചെയ്താലും ഞങ്ങൾക്ക് ആവശ്യമില്ല. എത്രായിരം മനുഷ്യന്മാരുടെ പിൻബലമുണ്ടെങ്കിലും, എത്ര തലമുറകളായി കൈമാറി പോന്നതാണെങ്കിലും, മഹാഭൂരിപക്ഷം അത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിലും, ലോകത്തുടനീളം അത് വ്യാപിച്ചതാണെങ്കിലും ശരി, മാ അന അലൈഹി വസ്ഹാബി എന്നത് ഉണ്ടോ? സ്വീകരിക്കാം. ഇല്ലേ? സ്വീകാര്യമല്ല. അതാണ് ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിന്റെ ശരിയായ ആദർശം. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ, നമ്മുടെ നാടുകളിൽ ദീനായി കൊണ്ടടക്കപ്പെടുന്ന പല സംഗതികളും ഇതുപ്രകാരം അളക്കുമ്പോൾ ദീനല്ല എന്ന് മനസ്സിലാവും. ഒരു ആശങ്ക നമുക്ക് ആവശ്യമില്ല. ചിലർ പറയും എന്താ ചെയ്യാ, കുറെ എല്ലാവരും പോലെ പറഞ്ഞാൽ അത് ശരി തോന്നും, ഇവര് പറഞ്ഞാൽ ഇവരുടെ ശരി തോന്നും, എല്ലാവരും ആയത്തോടാണ്, എല്ലാവരും ഹദീസ് പറയാണ്, അത് കേട്ട അതാണ് ശരി, ഇത് കേട്ട ഇതാണ് ശരി, ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറയും. ചെയ്യാൻ ഏറ്റവും നല്ല പണി ഇതാണ്. ആരായത്തോതിയാലും ആര് ഹദീസ് പറഞ്ഞാലും ഇത് പ്രകാരം അളന്നാ മതി. ഒറ്റ ചോദ്യം, ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ഉണ്ടോ? നമുക്ക് സ്വീകരിക്കാം. അല്ല, അവരൊന്നും ചെയ്തിട്ടില്ല എന്നാലും അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാലോ എനിക്കത് ആവശ്യമില്ല എന്ന് പറയാം. വളരെ വ്യക്തമാണ് ഏത് സാധാരണക്കാരും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, തറക്തുക്കും അലൽ ബൈളാ, ഞാൻ നിങ്ങളെ ഒഴിവാക്കി പോകുന്നത് അലൽ ബൈളാഇ, വെളുത്ത വഴിയിലാണ്, വെളുത്ത തെളിഞ്ഞ വഴിയിലാണ്. ഐ അലൽ മഹജ്ജത്തിൽ ബൈളാ, പണ്ഡിതന്മാർ അങ്ങനെയാണത് വ്യാഖ്യാനം നൽകിയത്. വെളുത്ത തെളിഞ്ഞ വഴിയിലാണ് ഞാൻ നിങ്ങൾ ഇട്ടേച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, ഇസ്ലാമിന്റെ വഴിയുടെ സവിശേഷത ലൈലുഹാ കനഹാരിഹാ, അതിന് രാത്രി പകൽ പോലെ തന്നെയാണ്. പകല് പ്രകാശപൂരിതമാണല്ലോ, ആ പകൽ പോലെയാണ് അതിന് രാവും. രാവും വെളിച്ചുണ്ടെങ്കിൽ പിന്നെ വഴി തെറ്റിപ്പോണ പ്രശ്നമില്ല. വെളിച്ചമില്ലാതെ ഇരുട്ടത്താകുമ്പോഴാണ് വഴി തെറ്റിപ്പോവുക, കുഴിയിൽ പോയി ചാടുക, മുള്ളുമ പോയി ചവിട്ടുക, അതൊക്കെ എപ്പോഴാ? ഇരുട്ടുണ്ടാകുമ്പോഴാണ്. ഇസ്ലാമിന്റെ വഴിയുടെ സവിശേഷത ലൈലുഹാ കനഹാരിഹാ, അത് രാവ് പകൽ പോലെ തന്നെയാണ്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ ഔ സായിഗ്. ഒന്ന് അടുപ്പിച്ച് നോക്കുക, ആളുകൾക്ക്
വരുന്നവർക്ക് സൗകര്യമില്ല, ഒന്ന് അടുപ്പിച്ചിരിക്കുക. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ ഔ സായിഗ്. നശിച്ചവനല്ലാതെ, വ്യതിചലിച്ചവനല്ലാതെ, പിഴച്ചവനല്ലാതെ ആ വഴിയിൽ നിന്ന് വഴി മാറിപ്പോവുകയില്ല. അപ്പൊ വഴി കാണാതെ, വഴി അറിയാതെ തെറ്റിപ്പോകേണ്ടുന്ന ഒരു സാഹചര്യം ഇസ്ലാമിലില്ല. കാരണം ലൈലുഹാ കനഹാരിഹാ, രാവ് പകൽ പോലെയാണ്. അവിടെ എനിക്കവിടെ എന്താണ് മനസ്സിലായില്ല, ഞാൻ അവിടെ കണ്ടില്ല, എനിക്ക് ആ വഴി മനസ്സിലായില്ല എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. വ്യക്തമായ വഴിയാണ് ഇസ്ലാമിന്റെ വഴി. പിന്നെ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കിയുടെ സഞ്ചരിക്കുകയാണെങ്കിൽ അവൻ പഴിച്ചു പോകും. ആ വെളിച്ചം സ്വീകരിക്കാതെ പോകുന്നുവെങ്കിൽ അവൻ വഴി മാറിപ്പോകും. അതാണ് നശിച്ചവനല്ലാതെ അതിൽ നിന്ന് വഴിമാറുക ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇസ്ലാമിന്റെ വഴിയുടെ സവിശേഷതയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ദീനായി ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നോ അവിടൊക്കെ ഈ അളവുകോൽ വെച്ച് ഒന്ന് അളന്നു നോക്കുക, പിന്നെ സംശയം ഉണ്ടാവില്ല. അങ്ങനെ ആയത്തില്ലെങ്കിൽ ഹദീസിലെ ആ ചോദ്യം ഒന്നും അവിടെ പ്രസക്തമല്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു, ആയത്തിന്റെ സവിശേഷത നമുക്ക് ആശയം സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചിട്ടൊരു ആയത്ത് നോക്കിയാൽ ആയത്തിന് ചിലപ്പോൾ കിട്ടും. അത് ഖുർആന്റെ സവിശേഷതയാണ്. അവനെ പിഴച്ച വാദം ആദ്യം ഉണ്ടാക്കി വെച്ച് അതിന് ഒരായത്തുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അവന് ചില ആയത്ത് കിട്ടും. അങ്ങനെ അത് ഓനെ കണ്ണോട് തോന്നും ഈ ആയത്ത് അതിന് പറ്റുന്നു. പഠിച്ചോനില്ല എന്ന് പറയാനും വേണമെങ്കിൽ ആയത്തോതാൻ പറ്റുന്ന അർത്ഥം. അവന്റെ കണ്ണിൽ അങ്ങനെ തോന്നും. റബ്ബ് അവന്റെ ളലാലത്തിന് അതൊരു കാരണമാക്കി മാറ്റും. എന്നാൽ ആയത്തും ഹദീസും ആര് ഓതിയാലും അവിടെയൊക്കെ മാ അന അലൈഹി വസ്ഹബി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോലെ ഭാവിയിൽ ചില മനുഷ്യന്മാർ ഖുർആൻ ഓതിയിട്ട് പറയും നമസ്കാരം 3 വക്തേ ഉള്ളൂ. ഖുർആന്റെ ആയത്തോതി സോഫകളിൽ ചാരിയിരുന്ന് നിറഞ്ഞ വയറുമായി സുഭിക്ഷമായി കഴിയുന്ന ആളുകൾ അവർ ഖുർആന്റെ ആയത്തോതിയിട്ട് പറയും നമസ്കാരം 3 വക്തേയുള്ളൂ, നമ്മുടെ മുൻഗാമികൾക്കെല്ലാം തെറ്റുപറ്റിയിരിക്കുന്നു, ഖുർആനിൽ 3 വക്തേ കാണുന്നുള്ളൂ. ഇബ്നു മസ്ഊദ് എന്നിട്ട് പറഞ്ഞു ഫഖുദൂഹും ബിസ്സുന്ന, നിങ്ങൾ അവരെ സുന്നത്ത് കൊണ്ട് പിടികൂടുക. അങ്ങനെ ആയത്തുണ്ടോ എന്ന് ബേജാറായി നോക്കാൻ പോണ്ട കാര്യമില്ല. സുന്നത്ത് കൊണ്ട് പിടികൂടുക. ഈ ആയത്ത് കിട്ടിയ അല്ലാഹുവിന്റെ റസൂൽ എത്ര നിസ്കരിച്ചു ചോദിക്കുക. അതാണ് അഹ്ലുസ് സുന്ന. ഈ ആയത്ത് നബിക്കാണ് ഇറങ്ങിയത്, ചേകന്നൂർ മൗലവിക്കല്ല. അപ്പൊ ഈ ആയത്ത് കിട്ടിയ അല്ലാഹുവിന്റെ റസൂല് എത്രയാണ് നിസ്കരിച്ചത്? അത് 5 തന്നെയാണ്. ശരി, എനിക്കത് മതി. സ്വഹാബിമാർ നിസ്കരിച്ചത് അത് 5 ആണ്. ശരി, ഖലാസ്, വിട്ടോന്നറിയാം. പിന്നെ വേറെ ചോദ്യം ആവശ്യമില്ല. എല്ലാം അങ്ങനെ തന്നെ. അല്ലാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഖുർആന്റെ പല ആയത്തും ഓതിയിട്ട് ഇതൊക്കെ ഇസ്തിഗാസക്ക് തെളിവാണ്, മരിച്ചുപോയതിനെ വിളിച്ചു തേടാൻ തെളിവാണ്, ജിന്നിനെ വിളിക്കാൻ തെളിവാണ് എന്ന് സ്ഥാപിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് ചോദിച്ചു നോക്കുക, ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂലിനാണല്ലോ ഇറങ്ങി കിട്ടിയത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പ്രകാരം മരിച്ചുപോയ മനുഷ്യന്മാരുടെ എവിടെ തേടിയത്? അത് കാണുന്നില്ല. സ്വഹാബിമാർ എവിടെ തേടിയത്? അതും കാണുന്നില്ല. എങ്കിൽ പിന്നെ ഓൻ പറഞ്ഞ അർത്ഥം ശരിയല്ലെന്ന്, അയാൾ വെച്ച അർത്ഥം ശരിയല്ല എന്ന് മനസ്സിലാക്കുക. മാ അന അലൈഹി വസ്ഹബി, അതാണ് അഹ്ലുസ് സുന്നയുടെ സവിശേഷത. സുന്നത്ത് സ്വീകരിക്കുന്നവർ, ജമാഅത്ത് സ്വീകരിക്കുന്നവർ, നബിതങ്ങളുടെ ചര്യ സ്വീകരിക്കുന്നവർ, സ്വഹാബത്തിന്റെ ഏകോപിച്ച നടപടിക്രമങ്ങളെ സ്വീകരിക്കുന്നവർ, അഹ്ലുസ് സുന്ന വൽ ജമാഅ, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും അഹ്ലുകാർ, അതിന്റെ ആളുകൾ, അതിന്റെ അവകാശികൾ. അത് പ്രകാരം വെച്ചാൽ അയാൾ ഇനി എത്ര ആയത്ത് നമുക്കൊരു ബേജാറില്ല. ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വസ്അൽ മൻ അർസലനാ തുടങ്ങിയ എത്ര ആയത്ത് റബ്ബല്ലാത്തനെ വിളിച്ചു തെളിവാക്കി. ഈ ഒറ്റ വിഷയം ആവശ്യമുള്ളൂ. ഈ ആയത്തൊക്കെ ഇറങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലും സഹാബിമാരും മരിച്ചുപോയ അമ്പിയാക്കന്മാരെ ഖബറിൽ പോയി തേടിയ ഒരു സംഭവം കൊണ്ടുപോവാ, കിട്ടൂല. അത് കിട്ടില്ല. അവിടെ അറാബി പാട്ട് പാടി, അവിടെ അങ്ങനെ കഥ ഉണ്ട്, മറ്റൊരുത്ത് അങ്ങനെ പാട്ടുണ്ട്, ഇവിടെ അങ്ങനെ ബെയ്ത്തുണ്ട് എന്ന് പറഞ്ഞ് കുറെ മറ്റേ മഹാന് പറഞ്ഞു, ഈ ഹോജ പറഞ്ഞു, മറ്റേ മഹാൻ പറഞ്ഞു, അങ്ങ് കിതാബുകളുണ്ട്, ഇങ്ങ കിതാബുകളുണ്ട്. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒറ്റൊന്നേ ആവശ്യമുള്ളൂ. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ആ വിഷയത്തിൽ സ്വീകരിച്ച നയമെന്ത്? അതിലൊന്നും കാണുന്നില്ല. എന്നാലും ഇപ്പൊ അതങ്ങനെയല്ലേ? അല്ല. ഏത് വിഷയവും വിശ്വാസരംഗത്തോ ആചാരരംഗത്തോ എവിടെ ആവട്ടെ, ബിദ്അത്തുകൾ, നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞ് എമ്പാടും ബിദ്അത്തുകൾ ഉണ്ടാക്കിയെടുത്തു. അവിടൊക്കെ ഇതേ ആവശ്യമുള്ളൂ. മെഹ്റാജ് നോമ്പ് നമ്മുടെ നാട്ടിൽ ചില മനുഷ്യന്മാരൊക്കെ നോറ്റുപോയി. മെഹ്റാജ് യാത്ര പോയത് അല്ലാഹുവിന്റെ റസൂലാണല്ലോ. അത് നബിതങ്ങൾ പറഞ്ഞത് സ്വഹാബത്തിനോടാണല്ലോ. അത് കഴിഞ്ഞ് കൊല്ലങ്ങൾ നബിതങ്ങൾ ജീവിച്ചു.
നൂറ്റാണ്ടോളം സഹാബിമാരും ജീവിച്ചു. മിഅ്റാജ് യാത്ര കഴിഞ്ഞ് ശേഷമുള്ള 10 കൊല്ലങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിവസം വന്നപ്പോൾ നോമ്പ് നോറ്റിട്ടുണ്ടോ? ഇല്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. നോമ്പ് നോക്കുന്നവരും സമ്മതിക്കുന്നു, നബി അങ്ങനെ നോറ്റിട്ടില്ല. നബിയുടെ ശേഷം 90 കൊല്ലത്തോളം ജീവിച്ച സ്വഹാബിമാർ അവരാരെങ്കിലും അടുത്ത കൊല്ലം ആ മാസം ആ ഡേറ്റും വന്നപ്പോ അത് നോമ്പ് നോറ്റിട്ടുണ്ടോ? ഇല്ല. എന്നാലും ഇപ്പോൾ നോമ്പല്ലേ? അല്ല, നോമ്പല്ല. അതാണ് പ്രത്യേകത. ഇനിയിപ്പോ ഷഅബാൻ 15 നോമ്പ് വരാൻ പോകുന്നു നമ്മുടെ സമൂഹത്തില്. ഇതേ മാനദണ്ഡം മതി. ഇതാണോ അഹ്ലുസുന്ന വൽ ജമാഅ? അതല്ല, അത് ഒഴിവാക്കലാണോ സുന്നത്ത് ജമാഅത്ത്? എളുപ്പമുണ്ട്. നോമ്പ് നോൽക്കലാണോ സുന്നത്ത് ജമാഅത്ത്? നോൽക്കാതിരിക്കലാണോ സുന്നത്ത് ജമാഅത്ത്? നബിയും സഹാബത്തും നോറ്റെങ്കിൽ അത് നോൽക്കലാണ് അഹ്ലുസുന്ന വൽ ജമാഅ. നബിയും സഹാബത്തും നോറ്റിട്ടില്ലെങ്കിൽ അത് നോൽക്കാതിരിക്കലാണ് അഹ്ലുസുന്ന വൽ ജമാഅ. നബി തങ്ങളെ സുന്നത്ത് പറഞ്ഞാല് ചെയ്യാനുള്ളടത്തുണ്ട്, ഒഴിക്കാനുള്ളടത്തുണ്ടല്ലോ. നബി ഒഴിവാക്കിയത് ഒഴിവാക്കണം, നബി ചെയ്തത് ചെയ്യണം. നബിക്ക് മാത്രമുള്ളതാണ് എന്ന് തെളിവുണ്ടെങ്കിൽ ഒഴികെ. ചില വിഷയം നബിക്ക് മാത്രം ഇതുണ്ടാവും, നമുക്ക് ബാധകമല്ലാത്തത് അത് നമ്മൾ ചെയ്യേണ്ടതില്ല. അത് പ്രകാരം നോക്കുമ്പോൾ ശവ്വാൽ 15 നോമ്പ് നോക്കാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്ന മനുഷ്യൻ, ശഅബാൻ 15 നോമ്പ് നോക്കാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾ ഇതേ ചോദ്യം ചോദിച്ചാൽ അവരോടും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ 15 നോമ്പ് നോറ്റ വല്ല സംഭവം ഉണ്ടോ? ഇല്ല. സ്വഹാബിമാർ നോറ്റതുണ്ടോ? ഇല്ല. എന്നാ തിങ്കളാഴ്ച നോറ്റതുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. തിങ്കളാഴ്ച നോറ്റത് ഇഷ്ടം പോലെ ഉണ്ട്, വ്യാഴാഴ്ച നോറ്റതുണ്ട്, ശവ്വാൽ 6 നോമ്പ് നോറ്റതുണ്ട്, അറഫ നോമ്പ് നോറ്റതുണ്ട്. എന്നതുപോലെ ഇതെവിടെയാ? അത് കാണുന്നില്ല. എങ്കിൽ അത് നോൽക്കൽ സുന്നത്ത് ജമാഅത്തല്ല, അത് ഒഴിവാക്കലാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ആ മാനദണ്ഡപ്രകാരം ഏത് പരിശോധിച്ചാലും നമ്മുടെ നാട്ടിൽ ദീനായി കൊണ്ടടക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം, മാലയും മൗലിദും റാത്തീബും കുതുബേത്തും ഹദ്ദാദും അടക്കമുള്ള എല്ലാ പക്ഷപാതിത്വങ്ങളും മാറ്റിവെച്ച് ഈ അർത്ഥത്തിലുള്ള ഒരു പഠനം സുന്നത്തിലോ ജമാഅത്തിലോ ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. സുന്നത്തിലും ജമാഅത്തിലും ഉണ്ടായിട്ടും അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അയാൾ ഔട്ടാ, നമുക്ക് ഉറപ്പിക്കാം. സുന്നത്തിലോ ജമാഅത്തിലോ ഇല്ല എന്നാലും നല്ല പറഞ്ഞാലോ അയാളും ഔട്ടാണ്, അതും ഉറപ്പിക്കാം. അത് വെച്ച് പരിശോധിക്കാം. മാലപ്പാട്ടുകൾ, മൗലീദുകൾ, റാത്തീബുകൾ, കുത്തുബിയത്തുകൾ. പല മനുഷ്യന്മാരും ആദ്യമായി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി ഇപ്പൊ ഈ പാട്ടും പാടിട്ടാ പോന്നിട്ടുണ്ടാവുക. ആദ്യമായി ഗൾഫിലേക്ക് വന്നപ്പോ, ഹജ്ജിന് പോകുമ്പോ, അതേപോലെ വിദേശ രാജ്യത്തേക്ക് പോരുമ്പോ ഒന്നാമത്തെ യാത്ര 4 ആളെ വിളിച്ചുകൂട്ടി ഈ പാട്ടൊക്കെ പാടിട്ടാ പോകുന്നത്. എന്തർത്ഥത്താ ചെയ്തത്? കൂലി കിട്ടുന്നതായിരിക്കാം, ദീനാണ് എന്ന് വിചാരിച്ചിട്ടാ. അതാണ് ദീൻ, അതാണ് മതം എന്ന് വിചാരിച്ചാണ് ചെയ്തത്. എങ്കിൽ ഒരു അന്വേഷണം, ഈ പാട്ടും പെയ്ത്തും എന്നാ ഉണ്ടായത്? നമ്മുടെ നാട്ടിലാണ് ഈ മൗലൂദ് റാത്തീബൊക്കെ ഉള്ളത്. അവിടുന്ന് വിട്ടതൊന്നും അധികം കാണൂല. പിന്നെ ഇവിടെ കാണും ഷിയാക്കളടുത്ത്, വേറെ വല്ലാതെ കാണൂല നമ്മള്. എങ്കിൽ ആത്മാർത്ഥമായ അന്വേഷണം, ഈ മൗലിദ് കിതാബ് മൊത്തം എടുത്താല് എത്ര വകയായിക്കോട്ടെ, 300 ചില്ലാനം വകയോ 400 വകയോ 5000 വകയോ ഏത് വക എടുത്താലും ഇതില് സാധാരണ ആവറേജ് മൗലിദ് കിതാബ് എടുത്താൽ 25ഓളം മാലപ്പാട്ടുണ്ടാവും. മുഹിദ്ദീൻ മാല, റിഫാഴി മാല, മമ്പുറം മാല, സുബ്ഹാന മാല, നഫീസത്ത് മാല തുടങ്ങി 25ഓളം മാലപ്പാട്ടുകൾ. അന്ന് നമ്മളെ വീട്ടിൽ വന്ന് ചൊല്ലിയ ഉസ്താദോട് ഇനി പോകുമ്പോൾ ചോദിക്കുക, ഈ 25 മാലപ്പാട്ടുകളിൽ നബിയും സഹാബത്തും ചൊല്ലിയ മാലപ്പാട്ട് ഏതാണ്? അതില്ലാന്ന് ഉസ്താദും പറയും. വേണ്ട, ഇതിൽ ആദ്യം ഉണ്ടായ മാലപ്പാട്ട് ഏതാ? 25 മാലപ്പാട്ടുകളിൽ ആദ്യം ഉണ്ടായ ചരിത്രത്തിൽ ഒന്നാമത്തെ മാല ഏതാ? എല്ലാ ഉസ്താദന്മാരും പറയും മുഹീദ്ദീൻ മാലയാണ്. അത് എന്നാ ഉണ്ടായത്? 410 കൊല്ലം മുമ്പ്. 410 കൊല്ലം മുമ്പ് ഉണ്ടായി. എവിടുന്നുണ്ടായി? കോഴിക്കോട്ടുനിന്ന്. 410 കൊല്ലം മുമ്പ് കോഴിക്കോട്ടുനിന്ന് ഒരു മുസ്ലിയാർ എഴുതിയ പാട്ടാ 185 വരി. കോത്തന്നി മാലേനെ 185 മൽന 185 വരി കോഴിക്കോട് പിന്നെ അത്തൂറക്കാരൻ ചാലിയത്തുകാരൻ ഖാദി മുഹമ്മദ് എന്നൊരു മുസ്ലിയാർ എഴുതിണ്ടാക്കിയില്ല. എന്നിട്ട് ആ പാട്ടിലയാൾ പറഞ്ഞത്, മുടിയൊന്നും ഫിളയാതെ കളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. ഒറ്റ വരിയും വിട്ടുപോകാതെ, ഒന്നൊരു വാക്കും പിഴക്കാതെ ഈ 185 വരി ചൊല്ലി തീർത്താൽ സ്വർഗത്തിൽ പഠിച്ചവൻ കൊട്ടാരം കൊടുക്കുന്നു. ഇതുണ്ടെങ്കിൽ പറയേണ്ടത് ആരാ? അള്ളാഹുവും റസൂലുമാണ്. അപ്പൊ ഇവിടുന്ന് ഞാൻ പറയാറ്, 1 മണിക്കൂർ ക്ലാസ് ഉണ്ട്, അത് ഫുള്ള് കേട്ടാ സ്വർഗം കിട്ടുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പോടാവുന്ന അറിയില്ലേ?
അത് പറയാൻ ആർക്കും അധികാരമുള്ളത്? അയാളൊരു പാട്ട് എഴുതിയിട്ട് ആ പാട്ടിന് പറയാ ഈ 155 വരി ഒരു വാക്കും തെറ്റാതെ ഒരു വരിയും വിടാതെ ചൊല്ലിയാൽ സ്വർഗത്തിൽ കൊട്ടാരം കിട്ടും. അപ്പൊ മനസ്സിലാക്കണം ഇത് വ്യാജനാണ്. അത് ബിസിനസ് ട്രിക്കല്ല അത്. എന്നിട്ട് അത് കൂട്ടിപ്പിടിച്ചിട്ട് അതൊരു ഇസ്ലാമിന്റെ വലിയ ഒരു ആദർശമായി കൊണ്ടെടുക്കുക. അതാണ് ഒന്നാമത്തെ മാല. രണ്ടാമത്തെ മാല പിന്നുണ്ടായത് 132 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മുഹ്യിദ്ദീൻ മാല ഉണ്ടായി 132 കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ മാല കുഞ്ഞായി മുസ്ലിയാർ രചിച്ച നൂൽമാല. മങ്ങാട്ടച്ചന്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞായി മുസ്ലിയാർ അയാൾ എഴുതിയ നൂൽമാല അതാ രണ്ടാമത്തെ മാല. ഇന്നത് ലഭ്യമല്ല. കണ്ടിട്ടറിയുവാനോ കണ്ണില്ലേ പൊട്ട എന്ന് തുടങ്ങുന്ന നൂൽമാല അതാ രണ്ടാമത്തെ മാല. അപ്പൊ അതുണ്ടായിട്ട് 278 കൊല്ലമേ ആയിട്ടുള്ളൂ. ഒന്നാമത്തേത് ഉണ്ടായിട്ട് 410 കൊല്ലം, രണ്ടാമത്തേത് ഉണ്ടായിട്ട് 278 കൊല്ലം. അതിനു ശേഷമാണ് ബാക്കിയെല്ലാം ഉണ്ടായത്. ഇതെങ്ങനെ സുന്നത്തമായത്താവുക? ഇത് ചെയ്യൽ സുന്നത്തിലാണോ ജമാഅത്തിലാണോ ഉള്ളത്? സുന്നത്തിലുമില്ല ജമാഅത്തിലുമില്ല. പക്ഷെ അത് ചെല്ലുന്ന നമ്മുടെ നാട്ടിൽ സുന്നത്തമായത്തായി. അപ്പൊ അതല്ല അഹ്ലുസുന്ന വൽ ജമാഅ. ഇനി മൗലിദ് എടുത്താലോ, പല മൗലിദ് ആരുണ്ടാക്കി ആർക്കും അറിയില്ല. പലതിലും രചയിതാവിനെ പറ്റി പരാമർശമേ ഇല്ല. ബർസൻജി മൗലിദിനെ പറ്റി ഉണ്ടാക്കിയ ആളെ പേരാണ് ബർസൻജി എന്ന് പറയുന്നുണ്ട്. മങ്കൂസ് മൗലിദ് പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു എന്നാ പരിഭാഷയിലുള്ളത്. ഉറപ്പില്ല എന്നർത്ഥം. സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു. അതിപ്പോ ആർക്കും ആരെ കുറിച്ചും പറയാലോ, ഉറപ്പില്ല. ഇങ്ങനെ ആരുണ്ടാക്കി എന്നറിയാത്ത ഒരുപാട് പദ്യഗദ്യ സമ്മിശ്രമായത് അതാണ് മൗലിദുകൾ. അതിലൊക്കെ എടുത്ത ഒരുപാട് കളവ് അതിൽ കാണാൻ പറ്റും. ഇപ്പൊ ബദർ മൗലിദ് എടുത്താല് മൊത്തം 6 നോണ അതിലുണ്ട്. അതിന്റെ ഗദ്യങ്ങളിൽ മൗലിദിന്റെ ശൈലിയാണ്. കുറച്ച് ഭാഗം ഒരു കഥ പറയും, പിന്നെ പാടും, പിന്നെ കഥ പറയും, പിന്നെ പാടും. ഇങ്ങനെ പറഞ്ഞ കഥകളിൽ 6 കള്ളക്കഥകൾ. അതിൽ ഒരു കഥ, ഒരാൾ ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോകുമ്പോൾ വീട് പൂട്ടി കുടുംബസമേതം പോകുന്നു. അയാൾ ബദരീങ്ങളെ പേരെഴുതി വീടിന് മുമ്പിൽ അവിടെ തൂക്കിയിട്ടു. ഇയാൾ ഹജ്ജിന് പോയി. ആ തക്കം നോക്കി ഇയാളെ വീട്ടിൽ കള്ളന്മാര് വന്നു. ഓടെടുത്ത് തട്ടിന് മുകളിലേക്ക് ഇറങ്ങിയപ്പോ താഴെ നിന്ന് അടക്കിപ്പിടിച്ച സംസാരങ്ങളും പാത്രങ്ങളെ ശബ്ദവും ഒക്കെ കേട്ടു. അവർക്ക് മനസ്സിലായി പുറത്തുനിന്ന് വീട് പൂട്ടിയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ആളുണ്ട്. അതുകൊണ്ട് ഇന്ന് കക്കുന്നത് ബുദ്ധിയല്ല, പിടിക്കപ്പെടും. തിരിച്ചുപോയി. രണ്ടാമതൊരിക്കൽ ഇവർ വന്നു, അന്നും അങ്ങനെ തന്നെയാണ്. മൂന്നാമത് വന്നു, അപ്പോഴും അങ്ങനെ തന്നെയാണ്. പകല് വന്ന് നോക്കുമ്പോഴേ വീടൊക്കെ പൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവര് മോശം ശ്രമം ഉപേക്ഷിച്ചു. അങ്ങനെ ഇയാളെ ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം കള്ളന്മാരുടെ നേതാവ് ഇയാളെ വീട്ടിലേക്ക് വന്നു പകൽ സമയത്ത്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പോയപ്പോ ഇവിടെ ആരെയാണ് കാവൽ ഏർപ്പെടുത്തിയത്? അദ്ദേഹം, ഞാൻ ആരും ഏർപ്പെടുത്തിയില്ല, ഞാൻ വീടും പൂട്ടി പോയതാണ്. അല്ല, ഇവിടെ കാവലുണ്ടായിട്ടുണ്ട്. ഹാജര് പറഞ്ഞു, ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പൊ ഇയാൾ ഈ സംഭവം പറഞ്ഞെടുത്തു. അപ്പൊ ഹാജര് പറഞ്ഞു, ഞാൻ ബദരീങ്ങളെ പേര് എഴുതി വെച്ചിരുന്നു. എന്നാ പിന്നെ അത് തന്നെയാണ്. അപ്പൊ ഇയാള് മക്കത്തേക്ക് പോയപ്പോ ബദരീങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നേക്കാം. ഇയാളെ വീട്ടിക്ക് താമസം മാറി. ഇത് പറഞ്ഞത് ആരാ? കള്ളന്മാർ നേതാവ് പറഞ്ഞിട്ട് തുടങ്ങുന്നത് തന്നെ. കഥ തുടങ്ങുന്നത് അങ്ങനെയാണ്. കള്ളന്മാർ നേതാവ് പറഞ്ഞിരിക്കുന്നു. സാധാരണ കള്ളം പറഞ്ഞാൽ നമ്മൾ ചോദിക്കോ? എന്നിട്ട് കള്ളന്മാർ നേതാവ് എന്ന് പറയാം, അങ്ങനെ സംഭവം ഉണ്ടായി. അത് പാടിയിട്ടാണ് നിങ്ങൾക്ക് ബഹറിലേക്ക് കയറിയത്. ഇതാ റമദാൻ മാസം ഇപ്പോഴും പാടുന്നത്. റമദാൻ 17 ആയാലേ എന്ത് മഹത്വം ഉണ്ടായാലും അന്നൊക്കെ ഈ പാട്ടാ പാടും, ഈ പുള്ളേറിയ. എന്നിട്ട് അത് ചൊല്ലല് അഹ്ലുസുന്ന വൽ ജമാഅ. ഇത് ശരിയല്ല, അത് ചെല്ലാൻ പാടില്ല. എന്നല്ല, ഓൻ പഴച്ചോന്, ഓൻ പുത്തമ്പാതി. സലാം ചെല്ലാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ഒരു ഇടപാടും പാടില്ല, അവൻ പഴച്ചോനാണെന്ന. എന്താ കാരണം? 100-150 കൊല്ലം മുമ്പ് കള്ളന്മാർ നേതാവ് പറഞ്ഞ കഥ അത് വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞപ്പത്. അത് വിശ്വസിച്ച് അത് പാടി അതിന് പണം വാങ്ങി അത് ദീനായി സ്വീകരിക്കുന്നവൻ ഓൻ പാരമ്പര്യക്കാരൻ. ഇതൊന്നും ശരിയല്ല, ഇത് സുന്നത്തിലോ ജമാഅത്തിലോ ഇല്ല, ഇത് കള്ളന്മാർ നേതാവിന്റെ വാക്കാണ്, അതിൽ തന്നെ ഉണ്ട് എന്ന് പറയാൻ ഓൻ പഴച്ചവനാണ്. അപ്പൊ എവിടെയോ കാര്യമായ തകരാറ് ഉമ്മത്തിന് പറ്റിയിട്ടുണ്ട് എന്നർത്ഥം. ഇങ്ങനെ ഓരോന്നെടുത്താലും ഒക്കെ 100, 150, 200 കൊല്ലത്തെ പഴക്കത്തിനപ്പുറത്തേക്ക് അത് കാണൂല. ആളുകൾ ധാരണ നമ്മളെ വാപ്പാരും വല്ലിപ്പാരൊക്കെ ചെയ്തിങ്ങനെ പോകുന്നതല്ലേന്നാ. ആകെ ഒരു 3-4 തലമുറയ്ക്ക് ഇത് പരിചയമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമത്തെ മാല 410 കൊല്ലം,
രണ്ടാമത്തെ മാല പിന്നെ 132 കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പൊ അതിനുശേഷമേ അത് വ്യാപകമായിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ 100-200 കൊല്ലങ്ങൾക്ക് അപ്പുറത്തുള്ള നമ്മുടെ നാട്ടിലെ പൂർവികന്മാർക്ക് ഇത് പരിചയമുള്ളൂ. അതിനപ്പുറത്ത് ഈ 400 കൊല്ലത്തിനപ്പുറത്ത് 1000 കൊല്ലം ഉണ്ടല്ലോ. മാലിക് ദിവാനും സംഘവും കേരളത്തിലേക്ക് ഇസ്ലാമുമായി വന്നു എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. അത് പാരമ്പര്യമായി അങ്ങനെ പോരുകയാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്നു പലരും. എന്നാൽ ഈ പാട്ടുണ്ടാകുന്നതിന് മുമ്പ് മാലിക് ദിനാർ മുതൽ ഇങ്ങോട്ട് 1000 കൊല്ലമുണ്ട്. ആ 1000 കൊല്ലത്തെ മുസ്ലിമീങ്ങൾ ഇതൊന്നും പാടിയിട്ടില്ല, അവർക്കിത് പരിചയമില്ല. അതിന് ശേഷമുണ്ടായ ഒന്ന് അതെങ്ങനെ പാരമ്പര്യമാവുക? അപ്പോൾ കഴിഞ്ഞ 100-200 കൊല്ലത്തെ ആളുകൾക്ക് മാത്രമേ ഇത് പരിചയമുള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ കുറെ നൂറ്റാണ്ടുകൾ മുമ്പേ അങ്ങനെ കൈമാറിപ്പോന്നതൊന്നുമല്ല അത്. ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റൊരുപാട് അനാചാരങ്ങൾ എടുത്താലും അത് തന്നെയാണ് സ്ഥിതി. ഇപ്പൊ നാരിയ സ്വലാത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വലാത്ത് പതാണ്. 600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ നിന്നുണ്ടായതാണ്. ഹിജ്റ 800-കളിൽ മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ഒരാളാണ് അത് ഉണ്ടാക്കിയത്. 600 കൊല്ലമായി. അതിന് മുമ്പ് ഒരു 800 കൊല്ലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പുള്ള 800 കൊല്ലം ഉണ്ടല്ലോ, ആ 800 കൊല്ലത്തെ മുസ്ലിമീങ്ങൾക്ക് ഇത് പരിചയമുണ്ടോ? ഇല്ല. അതിന് ശേഷമുണ്ടായി. എന്നാൽ സ്വലാത്ത് എന്ന അർത്ഥത്തിൽ ഒരാൾക്ക് നിരുപാധികമായി ഏത് പദവും ഉപയോഗിക്കാം. അതിന് പ്രമാണം എതിര് പറയുന്നില്ല. ഒരാളും മലയാളത്തിൽ പറഞ്ഞു, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ, അതും സ്വലാത്താണ്. ഏതുമാവാം, ഏത് പദവും ഉപയോഗിക്കാം. ഇസ്ലാമികമായ മര്യാദകളെ പാലിച്ചുകൊണ്ടുള്ള ഏത് പദവും സ്വലാത്തിന് ഉപയോഗപ്പെടുത്താം. അതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. പക്ഷെ ഒരു പദമുണ്ടാക്കിയിട്ട് ഇത് രാവിലെയും വൈകുന്നേരം ഇത്ര പ്രാവശ്യം ചൊല്ലണം, ചൊല്ലിയാൽ ഇത്ര കൂലി കിട്ടും എന്ന് പറയുമ്പോൾ അത് ബിദ്അത്തായി മാറും. കാരണം അങ്ങനെ പറയാൻ വഹയിലൂടെ മാത്രമേ അവകാശമുള്ളൂ. അള്ളാഹു പറയണം, റബ്ബിന്റെ വഹയി പ്രകാരം അവന്റെ റസൂല് പറയണം, അല്ലാത്ത ആർക്കും പറയാൻ അധികാരമില്ല. പക്ഷെ നാരിയ സ്വലാത്തിനെ കുറിച്ച് പഠിപ്പിച്ചു വെച്ചതോ ചുരുങ്ങിയത് 11 പ്രാവശ്യം ചൊല്ലണം എന്നാ, മിനിമം 11. അത് സുബഹിക്ക് ശേഷമാവുകയും വേണം. മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്ഖവന് ഭൂവനം വാനവും. സുബഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. എല്ലാ ദിവസവും 11 പ്രാവശ്യം സുബഹിക്ക് ശേഷം ചൊല്ലണം. അങ്ങ് ചൊല്ലിയാൽ ഭൂമിയും വാനവും, ആകാശവും വാനവും, ഭൂമിയും ആകാശവും അവൻ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കും. റിസ്ക് ചൊരിയാൻ രാവിലെ സുബഹിക്ക് ശേഷം 11 പ്രാവശ്യം. ഇനി അത് വിട്ടാ പിന്നെ 44 പ്രാവശ്യം, അത് കഴിഞ്ഞാൽ 111 പ്രാവശ്യം, അത് കഴിഞ്ഞാൽ 300 പ്രാവശ്യം, അത് കഴിഞ്ഞാൽ 1000 പ്രാവശ്യം. അവസാനം അതിന്റെ ഇന്തിഹ 4000 വേണ്ടുന്നതാ, 440 4 ചേർന്നതാ. അവസാനത്തെ എണ്ണം 4000 പ്ലസ് 440 4 ചേർന്നത്, അപ്പൊ 4444. ഈ അത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേന. ഈ എണ്ണം ചൊല്ലി തീർക്കുകയാണെങ്കിൽ ഏതു പ്രയാസമുള്ള കാര്യവും അതോടുകൂടി എളുപ്പമായി മാറും. ഇത് പറയാൻ ആർക്കും അവകാശമുള്ളത്? മാത്രമല്ല, എല്ലാ സ്വലാത്തിനേക്കാളും മെച്ചപ്പെട്ട സ്വലാത്താണ് ഈ സ്വലാത്ത് എന്ന് പറഞ്ഞത്. റബ്ബിന്റെ നിധിയിൽപ്പെട്ട നിധിയും ഒന്നിതാ, കൂടാതെ ഖജനാവിന്റെ താക്കോലും ഇതാ. താഴ്വ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അയാൾ അൽ മവാഹിബുൽ ജലിയ എന്ന പുസ്തകത്തിൽ 237-ാമത്തെ പേജിൽ പറഞ്ഞാണ്, റബ്ബിന്റെ ഖജനാവിന്റെ താക്കോലാണ് നാരിയ സ്വലാത്ത്. അള്ളാഹുവിന്റെ നിധിയിൽപ്പെട്ട നിധിയാണ് നാരിയ സ്വലാത്ത്. പക്ഷെ ആ നിധി ആർക്കാ കിട്ടിയത്? 800 കൊല്ലം കഴിഞ്ഞിട്ട്. നബിക്കോ സഹാബിയൊക്കെ കിട്ടാത്ത നിധി 800 കൊല്ലം കഴിഞ്ഞ് മൊറോക്കക്കാരന് കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് നിധിയല്ല, ഇത് ആളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ്. ഇങ്ങനെ പലരും പലതും ഉണ്ടാക്കി, പുതിയ ആചാരങ്ങൾ കടന്നു വന്നു, പുതിയ വിശ്വാസങ്ങൾ കടന്നു വന്നു. ഇസ്ലാമിന്റെ പേരിൽ അതെല്ലാം വരവ് വെക്കപ്പെട്ടു. നബിദിനാഘോഷം 800 കൊല്ലം മുമ്പുണ്ടായതാണ്. ഇതിൽ 630 മരിച്ച മുളഫർ രാജാവ്, 630 മരിച്ച മുളഫർ രാജാവ്, അയാളാണ് നബിദിനാഘോഷത്തിന്റെ തുടക്കക്കാരൻ. അതിനു മുമ്പ് 400-കളിൽ ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമിയാക്കൾ തുടങ്ങി. അതങ്ങനെ അത്രയധികം സ്വീകാര്യത കിട്ടിയില്ല. പിന്നീട് 630 മുളഫർ രാജാവ്, 630 മരിച്ച മുളഫർ രാജാവ് പിന്നീട് അത് ആരംഭിച്ചു. അത് തുടങ്ങിയപ്പോ ആദ്യം തുടങ്ങിയപ്പോ 6 ആഘോഷമാണ് തുടങ്ങിയത്. ഒന്ന് അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, മുഹമ്മദ് നബി, അന്നത്തെ ഭരണാധികാരി.
ഇങ്ങനെ 6 ആളെ ജന്മദിനാഘോഷം അന്ന് ആരംഭിച്ചത് ഷിയാക്കള്. പിന്നെ അത് മുളഫർ രാജാവ് ഏറ്റെടുത്തു. അയാളെ കുറിച്ച് പണ്ഡിതന്മാർ പല രൂപത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്ക് അമിതമായി നികുതി ചുമത്തി, ധാരാളമായി ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കി, വളരെ ക്രൂരമായി ഭരിച്ച ഒരു ഭരണാധികാരി. പക്ഷെ ഭരണത്തെക്കുറിച്ച് ആളുകൾക്ക് മതിപ്പുണ്ടാകാൻ വേണ്ടി ചെയ്ത പണിയായിരുന്നു കൊല്ലത്തിലൊരിക്കൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് വലിയ സദ്യ ഉണ്ടാക്കും. അതിലേക്ക് എല്ലാ പണ്ഡിതന്മാരെയും വിളിക്കും, അവർക്ക് കൈ നിറയെ സമ്മാനം കൊടുക്കും. അപ്പൊ അവര് ഇയാളെ കുറിച്ച് കുറെ മഹത്വം പറയും. അതായിരുന്നു മുളഫറിന്റെ പണി. ഇബ്നു ഖല്ലിക്കാൻ എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ തന്റെ വഫയാത്തുൽ അഅയാൻ എന്ന കിതാബിൽ മുളഫറിനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചത് കസാഇയത്തിൽ ലിൽ ഖൈരി മിൻ കസ്ബി ഫർജിഹാ ഫവൈലകി ലാ തസ്നി വലാ തതസദ്ദഖീന. വ്യഭിചരിക്കാൻ പോയിട്ട് പണമുണ്ടാക്കി ആ പണം കൊണ്ട് സദഖ ചെയ്യുന്ന പെണ്ണിനെ പോലെയാണ് അയാൾ എന്നാണ്. ഫവൈലകി ലാ തസ്നി, നീ വ്യഭിചരിക്കാനും പോകണ്ട, വലാ തതസദ്ദഖീ, സദഖയും ചെയ്യണ്ട എന്നാണ്. വ്യഭിചരിക്കാൻ പോയി പണമുണ്ടാക്കി ആ പണത്തിൽ നിന്നൊരു വിഹിതം സദഖ ചെയ്യാം, ആ പണിയാണ് മുളഫർ ചെയ്തത് എന്ന് വഫയാത്തുൽ അഅയാൻ എന്ന കിതാബിൽ കാണാൻ കഴിയും. എന്നാൽ അതാണ് ഇസ്ലാമിന്റെ ആചാരമായി പിന്നീട് അറിയപ്പെട്ടത്. പിന്നെ അതിൽ തെളിവ് ആയത്തുണ്ടായി, ഹദീസുണ്ടായി, ഒക്കെ വന്നു. പിന്നെ അന്നതൊന്നുമില്ല, അന്ന് ആയത്ത് തെളിവില്ല, അന്ന് ഹദീസ് തെളിവില്ല. പിന്നെ ഓരോ കൊല്ലം മുന്നോട്ട് പോകുന്തോറും ആയത്തിന്റെ എണ്ണം കൂടുന്നു, ഹദീസിന്റെ എണ്ണം കൂടുന്നു, തെളിവുണ്ട് എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അളവുകൾ അവിടെ എടുത്താൽ മതി. ഈ ആയത്ത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണെങ്കിൽ, ആ ഹദീസ് നബിദിനം ആഘോഷിക്കാൻ തെളിവാണെങ്കിൽ, ആ ആയത്ത് ആദ്യമായി അവതരിച്ചത് അല്ലാഹുവിന്റെ റസൂലിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ആ ആയത്തും ഹദീസും പഠിപ്പിച്ചത് സ്വഹാബത്തിനെയാണ്. എന്നിട്ട് 23 കൊല്ലം നബിയായി ജീവിച്ചപ്പോൾ 23 റബീഉൽ അവ്വൽ മാസം വന്നല്ലോ, 22 പൂർണ്ണമായി കിട്ടി. 23ാമത്തേതിൽ റബീഉൽ അവ്വൽ 12 ഹബീബ് വഫാത്തായി. ഈ 23 റബീഉൽ അവ്വലിൽ ആ ഹബീബ് എന്താണ് ചെയ്തത്? അതിനാണ് നമ്മുടെ നാട്ടിൽ മുസ്ലിയാർ പ്രസംഗിച്ചത്, അതിപ്പോ നബിന്റെ ജന്മദിനം ആഘോഷിക്കാൻ നബി എങ്ങനെ പറയുമോ എന്നാ. നബിന്റെ പേര് കേട്ട സ്വലാത്തു ചൊല്ലണമെന്ന് ആരാ പറഞ്ഞത്? നബി അല്ലേ പറഞ്ഞത്? നബി ആലോചിച്ചു, അതിപ്പോ ഞാനിപ്പോ എങ്ങനെ പറയാം, എന്റെ പേര് കേട്ട സ്വലാത്തല്ല, ഞാൻ തന്നെ പറയും, അത് മോശമല്ലേ, തൽക്കാലം വേറെ കൊണ്ട് പറയിപ്പിക്കാന്ന് വിചാരിച്ചോ? മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, എല്ലാവരേക്കാൾ നബിയെ സ്നേഹിക്കണം. ആരാ പറഞ്ഞത്? നബി എന്നെ പറഞ്ഞതാണ്. അതിപ്പോ എന്നെ സ്നേഹിക്കാൻ ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടില്ല. അല്ലാഹ് പറയാൻ പറഞ്ഞാൽ നബി പറയും, വേറെ വർത്താനം അവിടെ ഇല്ല. അപ്പൊ നബിയുടെ ജന്മദിനം വരുമ്പോ ആഘോഷിക്കാൻ അല്ലാഹു തആലയുടെ വഹയുണ്ടോ? നബി തങ്ങൾ പറഞ്ഞിരിക്കും. അത് പറഞ്ഞിട്ടില്ലേ, അത് ദീനല്ല അർത്ഥം. ഈ നബിയുടെ ശേഷം സഹാബിമാർ ജീവിച്ചു 30 കൊല്ലം, 4 ഖലീഫമാർ ഭരിച്ചു. 4 ഖലീഫമാർ 30 കൊല്ലം ഭരണം നടത്തി. ശേഷം സഹാബിമാർ, നബിയുടെ കാലശേഷം 90 കൊല്ലത്തിലേറെ ജീവിച്ച സഹാബിമാരുണ്ട്. അനസ് റളിയല്ലാഹു 90 കൊല്ലത്തോളം ജീവിച്ചവരാണ്. 10 കൊല്ലം നബിയുടെ കൂടെ സൗജന്യ സേവനം ചെയ്ത് പിന്നാലെ കൂടിയ അനസ് റളിയല്ലാഹു 90 കൊല്ലം ജീവിച്ചവരാണ്. ആയിഷ ബീവി 48 കൊല്ലം ജീവിച്ചവരാണ്. ഇബ്നു മസ്ഊദ് 46 കൊല്ലം ജീവിച്ചവരാണ്. ആയിഷ ബീവിക്ക് നല്ല പത്തിരി കാണുമ്പോഴേ കരയുമായിരുന്നു. മിനുസമുള്ള റൊട്ടി കിട്ടിയാൽ കരയും. എന്നിട്ട് പറയും, അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഇങ്ങനത്തെ റൊട്ടി തിന്നിട്ടില്ല. അത്രയേറെ നബിയെ സ്നേഹിച്ചവർ. സുഭിക്ഷമായ ഭക്ഷണം കിട്ടുമ്പോൾ കരയുമായിരുന്നു ആ റസൂലുള്ളാഹിയെ ഓർത്തുകൊണ്ട്. എന്നിട്ട് 48 കൊല്ലം അതും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഉൾക്കൊള്ളുന്ന അതേ റൂമിലാണ് ആയിഷ ബീവി താമസിക്കുന്നത്. ആ റൂമിലാണ് മറമാടപ്പെട്ടത്. ഒരു വിരി ഇങ്ങനെ വിരിച്ചു, ആ വിരിക്ക് അപ്പുറത്ത് ഖബർ, ഇപ്പുറത്ത് ആയിഷ ബീവിയുടെ താമസം. ഒരു ചെറിയ റൂം, അന്നത്രേ ഉള്ളൂ. ആയിഷ ബീവി പറഞ്ഞത്, പ്രായപൂർത്തിയാകാറായ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് കൈ പൊക്കിയാൽ ഞങ്ങളെ മേൽക്കുയിൽ തട്ടുമായിരുന്നു. ഒരു 10-12 വയസ്സ് പ്രായമുള്ള കുട്ടി നിന്നിട്ട് കൈ പൊക്കിയാൽ മുകളിൽ തട്ടും, അത്ര ഹൈറ്റ് അതിലുള്ളൂ. അങ്ങനത്തെ ഒരു റൂമിലാണ് താമസം. അവിടെ തന്നെയാണ് ആ ഷറഫാക്കപ്പെട്ട ഖബറുണ്ടായത്. എന്നിട്ട് അതിനുള്ളിൽ താമസിച്ച ആയിഷ ബീവി റബീഉൽ അവ്വൽ മാസം വരുമ്പോ നബിനെ ഓർമ്മ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു റൊട്ടി കാണുമ്പോ കരയുന്നവർ, സുഭിക്ഷമായ എന്തു ഭക്ഷണം കിട്ടിയാലും റസൂലുള്ളാഹിയെ ഓർത്ത് കരയുന്നവർ, അവർക്ക് ഈ മാസം വന്നപ്പോൾ തീരെ ഓർമ്മ ഉണ്ടായില്ല 48 കൊല്ലവും എന്ന് പറയാൻ കഴിയുമോ? നബിയുടെ ഭാര്യമാർ പലരും അങ്ങനെ പതിറ്റാണ്ടുകൾ ജീവിച്ചവരാണ്. സ്വഹാബിമാർ പതിറ്റാണ്ടുകൾ ജീവിച്ചവരാണ്. ഓരോ ചലനവും നബിയിൽ നിന്ന് പഠിച്ചത് അതേപടി ജീവിതത്തിൽ പാലിക്കാനും അത് പിൽക്കാലക്കാർക്ക് പഠിപ്പിക്കാനും അങ്ങേയറ്റം ജാഗ്രത പാലിച്ചവരാണ് സ്വഹാബിമാരൊക്കെ.
പക്ഷെ അവരാരും റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. 4 ഖലീഫന്മാർ ഭരണം നടത്തി 30 കൊല്ലം. 2 പേർ നബിയുടെ അമ്മോസന്മാർ, 2 പേർ നബിയുടെ മക്കളെ കല്യാണം കഴിച്ച മരുമക്കൾ. എന്നിട്ട് അവർക്കാർക്ക് ഓർമ്മ ഉണ്ടായില്ലാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ അത് ദീനല്ല. അത് പിൽക്കാലത്ത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി രാജാവ് ഉണ്ടാക്കിയൊരു ഏർപ്പാട്. അത് പിന്നീട് മതത്തിന്റെ ഭാഗമായി മാറുകയും ഇപ്പൊ അതിന് ആയത്തും ഹദീസും തെളിവായി പറയുകയും ചെയ്യുന്നിടത്തേക്ക് ഇന്ന് സമൂഹം എത്തിയിരിക്കുന്നു. അതൊന്നും അഹ്ലുസുന്ന വൽ ജമാഅയല്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്താകണോ, ശരിയായ ദീനാകണോ, അതിനു വേണ്ട ഐഡന്റിറ്റി മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏത് മാർഗത്തിൽ ജീവിച്ചുവോ ആ മാർഗം സ്വീകരിക്കുന്നവർ. ആരെന്തുമായി വന്നാലും നമുക്കത് മാത്രം ചോദിച്ചാൽ മതി. നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വഹാബിമാർ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ ശരി, നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് ആവശ്യമില്ല. എനിക്കറിയാം, ഈ മേറാജ് നോമ്പറ്റ് ബന്ധപ്പെട്ട് എൻ്റെ നാട്ടിൽ ഒരു 2 കൊല്ലം മുമ്പ് ഒരു ഇതുണ്ടായി. പള്ളിയിൽ കമ്മിറ്റിക്കാരനായ ഒരു പ്രധാനിയായ ഒരു മനുഷ്യൻ, അയാൾ പിന്നെ റജബ് 27 നോമ്പ് നോട്ട് മിറാജ് നോമ്പ് എന്ന് പറഞ്ഞിട്ട്, അയാളെ മകൻ ഇത്തരം ചില ക്ലാസ്സൊക്കെ കേട്ട് മനസ്സിലാക്കിയ ആളാണ്. അപ്പൊ അദ്ദേഹം പോയിട്ട് വാപ്പാട് പറഞ്ഞു, അപ്പ ഇങ്ങനെ നോമ്പൊന്നുമില്ല, വാപ്പ നല്ല നോമ്പുണ്ട്. അപ്പം പറഞ്ഞു, പള്ളിയിൽ പോയിട്ട് ഉസ്താദ് ചോദിച്ചു നോക്കി, അങ്ങനെ തെളിവുണ്ടോ ചോദിച്ചു നോക്കിയാണ്. ഇയാൾ പോയി ഉസ്താദിനെ കണ്ടു. ഉസ്താദ് പറഞ്ഞു, തെളിവുണ്ടല്ലോ, എല്ലാ തെളിവൊന്ന് വേണം തന്നെ. ശരി, ഞാൻ 2 ദിവസം കൊണ്ട് എഴുതി തരാറുണ്ട്. 2 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, കിട്ടുന്നില്ല. പിന്നെ ഉസ്താദ് പറഞ്ഞു, ഹദീസിൽ കാണുന്നില്ല, ഫിഖഹിന്റെ കിതാബിലുണ്ട് പറഞ്ഞു. അപ്പം മകൻ പറഞ്ഞു, ഇല്ല അപ്പം ഫിഖഹിന്റെ കിതാബിലും ഇല്ല, നിങ്ങൾ അത് തരാൻ പറയാറ്. അപ്പൊ ചെന്ന് ചോദിച്ചു. പിന്നെ അയാൾ പറഞ്ഞു, ഫിഖഹിന്റെ കിതാബിലില്ല, എന്നാലും നോമ്പല്ലേ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഈ പണിക്ക് എന്നെ കിട്ടൂല, ഈ ഏർപ്പാട് ഞാനില്ല. അപ്പൊ പലതും അന്വേഷിച്ചു ചെന്നാൽ അതായിരിക്കും അവസ്ഥ. ഉണ്ട് എന്നൊക്കെ പറയുന്നല്ലാതെ അത് കിട്ടൂല. അപ്പൊ ആ രൂപത്തിൽ സമൂഹത്തിൽ പിൽക്കാലത്ത് ധാരാളം പുത്തൻ ആചാരങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ശരിയായ ഇസ്ലാമിന്റെ റൂട്ട് നബിയും സഹാബത്തും എങ്ങനെ ജീവിച്ചുവോ അത് മാത്രമാണ്. ഖിയാമത്ത് നാൾ വരെ അതാണ് ദീൻ, അല്ലാത്തൊരു ദീനാവൂല. അതിൽ ഇല്ലാത്തൊരു ആചാരം, അതിൽ ഇല്ലാത്തൊരു വിശ്വാസം, അതിൽ ഇല്ലാത്തൊരു ഇബാദത്ത് അത് പിൽക്കാലത്ത് ഉണ്ടാകാൻ പറ്റൂല. മറ്റു ദുന്യാവിന്റെ കാര്യങ്ങൾ ഉണ്ടാവാം, അതിന് നിയമങ്ങളും വിധികളൊക്കെ ഉണ്ടാവാം. കച്ചവടങ്ങൾ, നബിയുടെ കാലത്തില്ലാത്ത കച്ചവടം എന്ന് വരും. അത് ഹലാലാണോ ഹറാമാണോ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് പറയും. അത്തരം കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഒരു പുതിയൊരു ഇബാദത്ത്, ഒരു പുതിയൊരു ആചാരം, ഒരു പുതിയ ഒരു പിന്നെ ആരാധനാകർമ്മം അത് ഇനി ഉണ്ടാകാൻ പാടില്ല. ദീന് പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീനിനെ പൂർത്തിയാക്കി സംതൃപ്തമായി തൃപ്തിപ്പെട്ടു മതമായി ഏൽപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്ര പോകുന്നത്. അന്ന് പൂർത്തിയാക്കിയ മതത്തിൽ എന്താണോ അതാണ് ഖിയാമത്ത് വരെ ദീൻ. അന്നില്ലാത്ത ഒന്ന് ആര് കൊണ്ടുവന്നാലും ശരി ദീനാവുകയുമില്ല. ആര് ചെയ്താലും, എത്രായിരം മനുഷ്യന്മാരുടെ പിൻബലമുണ്ടെങ്കിലും, എത്ര തലമുറകളായി കൈമാറിപ്പോകുന്നതാണെങ്കിലും ശരി, അത് ദീനായി സ്വീകരിക്കപ്പെടാവതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപ്രകാരം നമ്മൾ ദീൻ അന്വേഷിക്കുക, പഠിക്കുക. അന്വേഷണം അനിവാര്യമാണ്, പഠനം അനിവാര്യമാണ്. കൃത്യമായ നിഷ്പക്ഷമായ പഠനങ്ങൾ. അങ്ങനെ പഠിക്കാൻ തുനിഞ്ഞാൽ തീർച്ചയായും ബോധ്യപ്പെടും ഇതൊന്നും ദീനല്ല, ഇതൊക്കെ ദീനിന്റെ പേരിൽ പിൽക്കാലത്ത് കടന്നു വന്ന ആചാരങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. പിന്നെ നാട്ടിൽ അങ്ങനെയല്ലേ, ഭൂരിപക്ഷം അങ്ങനെയല്ലേ, മഹല്ല് കമ്മിറ്റി അങ്ങനെയല്ലേ എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നിർവാഹമൊന്നുമില്ല. അതിനാൽ അപ്പുറത്ത് എന്താണോ പ്രമാണങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് അത് ഞാൻ സ്വീകരിക്കൂ, ഇല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിച്ചാൽ അവനാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അതിന് കുറെ ആളും ഭൂരിപക്ഷം ഒന്നും ആവശ്യമില്ല, അതിന് സംഘടന സംവിധാനം ഒന്നും ആവശ്യമില്ല. ആ ആദർശം, ഹക്കായ ആദർശം ആര് സ്വീകരിക്കുന്നുവോ അവന്റെ പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ആ സുന്നത്തമായത്തിലായി ജീവിതം ക്രമീകരിക്കാൻ ശ്രമിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാഹ് അതുമായിട്ട് ബന്ധപ്പെട്ട സംശയത്തിലേക്ക് നമുക്ക് നീങ്ങാം. അതിന്റെ കൂടെ ഇന്നലെയും സൂചിപ്പിച്ച കാര്യം, നമ്മുടെ ജാമിഅത്തുൽ ഹിന്ദിന്റെ വിഷയം എല്ലാവരും മനസ്സിലുണ്ട്. ഇന്നലെ കുറെ ആളുകൾക്ക് സ്ലിപ്പ് വാങ്ങിപ്പോയിരുന്നു. അത് ഫില്ല് ചെയ്തവർ ഇവിടെ പ്രവർത്തകന്മാരെ ഏൽപ്പിക്കണം. ഇന്നലെ കിട്ടാത്തവർക്ക് ഇൻഷാല്ലാഹ് ഇവിടെ സ്ലിപ്പ് ഉണ്ട്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ദീന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു മഹത്തായ സംരംഭമാണ് ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന നമ്മുടെ മഹത്തായ സ്ഥാപനം. 5 വർഷം കുട്ടികൾ താമസിച്ച് സൗജന്യമായ ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും അവിടുന്ന് അനുഭവിച്ചുകൊണ്ട്
പഠിക്കുന്ന ദീന് കൃത്യമായി പഠിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലക്ക് അതിനെ ആ നിലയ്ക്ക് നിങ്ങൾ കാണുക. നമ്മൾ ഇന്നലെയും പറഞ്ഞു, ഒരു കുട്ടിക്ക് ഒരു മാസം 2500 രൂപയാണ് നാട്ടിൽ ചെലവ് വരുന്നത്. ഒരു കൊല്ലത്തിൽ 12 മാസം കൊണ്ട് 30,000 രൂപ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ 250ഓളം കുട്ടികളാണ് ഇപ്പോൾ അവിടെ. ഇപ്പോൾ ഈ ജൂൺ മുതൽ 250 ആകാൻ പോവുകയാണ്. അപ്പം അതൊക്കെ അൽഹംദുലില്ലാഹ് ഇതുവരെ നടന്നു, ഇനിയും നടക്കും. അപ്പോൾ മറ്റു പിരിവുകളെ പോലെ നമ്മളിതിനെ കാണേണ്ടതല്ല. പറഞ്ഞു പള്ളിക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി പിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും കിട്ടിയുള്ളവരെ കൊണ്ടേ കൊടുത്ത് പോന്നാൽ മതി. എന്നെ സംബന്ധിച്ചത് പറ്റൂല. ഒന്നും കിട്ടില്ലാണ്ടെങ്കിൽ ബാക്കി ഉണ്ടാക്കാനുള്ള ഞങ്ങളൊക്കെ തന്നെയാണ്. ഇത് എന്നെന്നും നടക്കേണ്ടുന്ന ഒരു സംരംഭവുമാണ്. അതുകൊണ്ട് ആ നിലക്ക് ആത്മാർത്ഥമായി നിങ്ങളിതിൽ സഹകരിക്കുക. ഇന്നലെയും പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു സമയം എപ്പോഴും കുഴപ്പമില്ല, റമദാനിലോ റമദാൻ കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് എപ്പോഴാണോ നിങ്ങൾക്ക് തരാൻ പറ്റുകയെങ്കിൽ ആ സ്ലിപ്പിൽ ഇത് എഴുതിയാൽ മതി. ഏത് മാസത്തിലാണ് നിങ്ങൾ തരിക എന്ന് നിങ്ങളതിൽ എഴുതിയാലും മതി. ആ നിലയ്ക്ക് നിങ്ങളൊന്ന് നിയത്ത് ചെയ്യുക. മാസാമാസം ഒരു കുട്ടിയുടെ വിഹിതം ഏറ്റെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ഏറ്റെടുക്കുക. അത് 6 മാസത്തിലോ കൊല്ലത്തിലോ ഒക്കെ ആയി തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ തരിക. അതല്ല വൺ ടൈം തൽക്കാലം ഒരു വിഹിതം തരാം, പിന്നീട് ഇൻഷാ അല്ലാഹ് സാധിക്കുമ്പോൾ അതനുസരിച്ച് ചെയ്യാം എന്നാണെങ്കിൽ ആ നിലയ്ക്ക് നിങ്ങൾ ചെയ്യുക. ഏതായാലും സ്ഥിരമായി നിങ്ങളുടെ മനസ്സിൽ ഈ സ്ഥാപനം ഉണ്ടാവേണ്ടതുണ്ട്. നിങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. അത് അറബികളോ അല്ലാത്തൊരു ആരാവട്ടെ, ആരോടാണെങ്കിലും ആ സ്ഥാപനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുക. നാട്ടിൽ വരുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ഥാപനം സന്ദർശിക്കാൻ കൂടി പ്രത്യേകം ശ്രമിക്കുക. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് 15 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ സ്ഥാപനത്തിലേക്ക്. അതുകൊണ്ടൊന്ന് സന്ദർശിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ദുആയിൽ നിങ്ങളെപ്പോഴും സ്ഥാപനത്തെയും അതുമായി ബന്ധപ്പെടുന്ന ആളുകളെയും ഒക്കെ പ്രത്യേകം ഉൾപ്പെടുത്തുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞ